ഹായ് ഹലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് ഉള്ളത്. 2-2.5 വർഷത്തിന് ശേഷം വീട്ടിൽ നിൽക്കാനായിട്ട് വന്നതാണ്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു സമയമാകും കേട്ടോ, 6:45. ഇവിടെ വരുമ്പോഴല്ലേ നമുക്കൊന്ന് ശരിക്ക് കിടന്നൊക്കെ ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് മോനാണേലും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഉറക്കം നല്ലപോലെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ മെല്ലെ എഴുന്നേറ്റ് ഫ്രണ്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദാ അവിടെ അച്ചായി മഞ്ഞൾ ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മഞ്ഞൾ ഉണക്കാൻ വെച്ചത് പുള്ളിക്ക് അത് കഴിയുമ്പോൾ ഒരു പണിക്ക് പോകാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുക്കളയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദാണ്ട് അമ്മേൻ്റെ എന്താ പറയുക പണികളൊക്കെ ഏകദേശം തീരാനായി. അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അമ്മ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കും കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അമ്മ പോകാറുള്ളത്. അപ്പം എനിക്ക് പണി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകുക, ചായ വെക്കുക, അങ്ങനെയുള്ള കുറച്ച് പണികൾ. പിന്നെ അമ്മ എന്തെങ്കിലും സഹായിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തലേന്ന് ഉണ്ടാക്കിയ ദോശയും അടയും എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറേ ഉണ്ടാക്കും, പക്ഷെ ആരും അധികം കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലെഫ്റ്റ് ഓവർ ആക്കി കളയേണ്ട കാര്യമില്ല, ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കുന്നത്. പിന്നെ അച്ചായിക്ക് കൊണ്ടുപോകാനായിട്ട് കുപ്പിയിൽ ഞാൻ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങളിങ്ങനെ കുറേ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കുന്നതിനൊക്കെ പറ്റിയാണ് സംസാരിക്കുന്നത്. എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര നാണമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇവരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കാൻ നാണമായതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ മാത്രമല്ല അമ്മക്ക് ഭയങ്കര സങ്കടമൊക്കെയാണ്, വീടൊന്നും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ്. എനിക്കും സങ്കടമൊക്കെ ഉണ്ട്, കാരണം ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് കേട്ടോ വീട് ഇത്രയും പണിയാക്കി നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ടങ്ങ് പണിയാനായിട്ട് സാഹചര്യം സമ്മതിച്ചില്ല. അപ്പം ഇങ്ങനെ അങ്ങ് പോയി. ഇപ്പം എനിക്ക് 31 വയസ്സുണ്ട്, എനിക്കൊരു മോനുണ്ട്. അപ്പം അതിൻ്റേതായ ഒരു സങ്കടമൊക്കെ അമ്മയ്ക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാലും നമ്മുടെ സ്വന്തം വീടല്ലേ, എത്ര തന്നെ സൗകര്യം കുറവാണെങ്കിലും ചെറുതാണെങ്കിലും എന്താ പറയുക, നമ്മുടെ സ്വന്തം വീടെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്വർഗ്ഗം തന്നെയായിരിക്കും. എനിക്കങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി, കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ശരിക്കും കോടയൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയും നേരം വെളുത്ത് പോയതുകൊണ്ട് ശരിക്കും കാണാത്തതാണ്. പിന്നെ ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നത്. ഈ നാട്ടിൽ തന്നെ ഈ വീട്ടിലായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, പഴയ പോലെ ഒന്നും അല്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണൂരൊക്കെ കിട്ടണ മഴേൻ്റെ അത്രയും പോലും ഇവിടെ മഴയില്ല. ആ ചെടി മെയ് മാസറാണിയാണ്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മെയ് മാസറാണി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ചെടീൻ്റെയൊക്കെ ചുവട്ടിൽ കാണും ചീനിത്തൈ ഉണ്ടാവും, പയറും തൈ ഉണ്ടാവും, അതുപോലെ തക്കാളി ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. പിന്നെന്താ, അത് കഴിഞ്ഞപ്പോൾ അമ്മ ചായക്ക് പാല് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ റോട്ടിൽ വണ്ടി വരും, സൊസൈറ്റിയിലേക്ക് പോകുന്ന വണ്ടിയാണ് റോട്ടിൽ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ടാണ് പാല് മേടിക്കാറുള്ളത്. അപ്പോൾ മോന് അങ്ങോട്ട് പോകണമെന്ന് വാശി പിടിച്ചതുകൊണ്ട് ഞാനും അവനെയും കൊണ്ട് റോട്ടിലേക്കൊക്കെ പോയിട്ടോ. എന്നിട്ട് പിന്നെന്താ, അവിടുന്ന് പാലൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടയായിരുന്നു. എനിക്ക് പിന്നെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞില്ലെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് എന്താ പറയുക വയറ് നിറയും. അതുകൊണ്ട് എടുത്ത് അത്രയൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ ചീറ്റിപ്പോയ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന്. കാരണം ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡേ ഇൻ മൈ ലൈഫും വീഡിയോ എടുക്കുന്നതും ഒക്കെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.